സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തെസ്സലോനിക്കർക്ക് എഴുതിയതായ രണ്ടാമത്തെ ലേഖനം, അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്കു ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങിവരാൻ പോവുകയാണ്. യേശുക്രിസ്തുവിനെ ഇന്നുവരെയും അനേകം വ്യക്തികൾ ബലഹീനനായിട്ട്, ഒരു നിസ്സാരനായിട്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ സാധാരണ മറ്റു ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമായിട്ട് പലരും കാണുന്നുണ്ട്. എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയതായ കർത്താവ് വേഗത്തിൽ, അതിവേഗത്തിൽ തൻ്റെ മഹത്വത്തോടുകൂടി ദൈവത്തിൻ്റെ ദൂതന്മാരുമായിട്ട് അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യാശ എന്താണെന്ന് വെച്ചാൽ, കർത്താവ് വീണ്ടും വരും. അവൻ നമുക്ക് പ്രതിഫലം നൽകും. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ത്യജിച്ച് തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിന്ന വന്നാലും, കഷ്ടത വന്നാലും, അപമാനം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും അല്പം പോലും പിന്മാറിപ്പോകാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ കർത്താവ് വരും, എനിക്ക് പ്രത്യാശയുണ്ട്, അവനെനിക്ക് പ്രതിഫലം നൽകുമെന്ന പ്രത്യാശ. ഈ ലോകത്തിലുള്ള ആളുകളുടെ രീതി എന്താണ്? ഇത് ഞാൻ തന്നാൽ നീ എനിക്ക് എന്തു നൽകും? അപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്നാണ്. എന്ന ഉദ്ദേശത്തോടുകൂടി പ്രതിഫലത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതായ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ ലോകം മുഴുവനും എന്ത് ജോലി ചെയ്താലും, എന്ത് പ്രവൃത്തി ചെയ്താലും എന്ത് പ്രതിഫലം കിട്ടുമെന്ന ആശയാണുള്ളത്. എന്ത് പ്രവൃത്തി ചെയ്താലും, ഏതു കാര്യം ചെയ്താലും എനിക്കെന്തു ലഭിക്കും, എനിക്കെന്ത് ലാഭമുണ്ടാകും എന്ന രീതിയിൽ ചെയ്യുന്നു. പ്രതിഫലമുണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അവർ ആ പ്രവൃത്തി ചെയ്യുവാൻ ഇടയാവുകയില്ല. എന്നാൽ എന്താണ്? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രതിഫലം ആശിക്കുന്ന ഒരു വ്യക്തി, ഈ ലോകത്തിൽ പ്രതിഫലം ആശിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായ, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതായ ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വേല ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുകയാണ് എങ്കിൽ ഏതു ഡിഗ്രി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? പരമദരിദ്രൻ എന്നിടാൻ കഴിയുമോ? ഭാഗ്യവാൻ എന്നിടണമെന്നോ? ദുഷ്ടനെന്നിടാൻ കഴിയുമോ? എന്നാൽ ഈ കാലത്തുള്ള അനേകം ആളുകളും ഈ ഡിഗ്രിയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കർത്താവ് വരാനിടയാകും, എനിക്ക് പ്രതിഫലം നൽകും, ഞാൻ ചെയ്ത സകല പ്രവൃത്തിക്കും എനിക്ക് പ്രതിഫലം നൽകും. മനുഷ്യർ എന്നെ കണ്ടാലും കണ്ടില്ലെങ്കിലും, മനുഷ്യർ എനിക്ക് സ്നേഹം തന്നാലും തന്നില്ലെങ്കിലും, മനുഷ്യർ എന്നെ ഓർത്താലും ഓർത്തില്ലെങ്കിലും, മനുഷ്യർ എന്നെ നിന്ദിച്ചാലും, ഞാൻ സഹായം ചെയ്തതിന് പകരമായിട്ട് മനുഷ്യർ എനിക്ക് ദോഷം പ്രവർത്തിച്ചാലും, ഞാൻ അവരെ സ്നേഹിച്ചിട്ടും എനിക്ക് ശത്രുത പകരം നൽകിയാലും ഞാൻ ഭയപ്പെടുന്നില്ല, സങ്കടപ്പെടുന്നില്ല. കാരണം എൻ്റെ ദൈവം അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ ഓർക്കും എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം അനുഗ്രഹീതകരമാകും. മനുഷ്യരെ ഏതെങ്കിലും രീതിയിലൊന്ന് സന്തോഷിപ്പിക്കണം, മനുഷ്യരുടെ പ്രീതി പ്രാപിച്ച് എടുക്കണം. അങ്ങനെ
ഏതെങ്കിലും ആഗ്രഹത്തോടുകൂടി മനുഷ്യരെ പ്രീതിപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കില്ല. എന്നാൽ എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയ യേശുവിന് വേണ്ടി എന്താണ് ഞാൻ തിരിച്ചു നൽകേണ്ടത്, എന്താണ് ഞാൻ നൽകേണ്ടത് എന്ന ആശയോടെ ജീവിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. കാരണം കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ നമുക്ക് പ്രതിഫലം നൽകും. കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തോടുകൂടി മടങ്ങി വരുമ്പോൾ അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന സമയത്ത് നാം ഈ ലോകത്തിൽ എന്തൊക്കെയോ ചെയ്തുകൂട്ടി എന്ന് വിചാരിക്കുന്നവയെല്ലാം തന്നെ അവൻ്റെ അഗ്നി പരിശോധനയിൽ കത്തിച്ചാമ്പലായി പോകും. അഗ്നി പരിശോധിക്കുവാനിടയാകും. നമ്മൾ ചെയ്തതായ തടിക്കും പുല്ലിനും പേപ്പറിനും തുല്യമായ പ്രവൃത്തികൾ എല്ലാം തന്നെ അഗ്നിശോധനയിൽ കത്തിച്ചാമ്പലായി തീരാനിടയാകും. എന്നാൽ സ്വർണവും വെള്ളിയും രത്നങ്ങളുമെല്ലാം അവൻ്റെ അഗ്നിശോധനയെ എതിരിട്ടുകൊണ്ട് വിജയിച്ച് അതിൻ്റെ ശുദ്ധി തെളിയിക്കുവാനിടയാകും. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പരിശോധിക്കപ്പെടണം, ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ വലിയൊരു വിശ്വാസിയാണ്, ഞാൻ വലിയൊരു ആത്മീയനാണ്, ഞാൻ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വീമ്പിളക്കുന്നതായ ആളുകൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെയുള്ളവരായിരിക്കുന്നു, അവന്റെ അഗ്നിശോധനയിൽ നിലനിൽക്കുന്നവരാണോ എന്ന് പരീക്ഷിച്ചറിയണം. ദൈവം വരുന്നതായ സമയത്ത് എന്തു ചെയ്യും? ദൈവത്തെ അറിയാത്തവർക്ക്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് പ്രതികാരം ചെയ്യാനിടയാകും. ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തെ അറിയാമായിരുന്നിട്ടും സുവിശേഷത്തിന് അനുസരണം കാട്ടാത്തവർക്കും. ദൈവത്തെ അറിയാത്തവർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾ. സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയാമായിരുന്നിട്ടും അവന്റെ നാമത്തെ അംഗീകരിച്ചിട്ട് അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് അവൻ പ്രതികാരം ചെയ്യാനിടയാകും. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്ന രീതിയിലാണ് ജീവിക്കേണ്ടത്. ഈ കാലത്ത് അനേകരുടെയും ആത്മീയത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇളക്കപ്പെരുപ്പത്തിൻ്റെതാണ്, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നതാണ്, പ്രതിഫലത്തിന് വേണ്ടിയുള്ളതാണ്. ബൈബിൾ ക്വിസ് 10,000 ക്യാഷ് പ്രൈസ് നൽകാമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും എഴുതും. എന്തിനാണ് എഴുതുന്നത്? 10,000 ക്യാഷ് പ്രൈസിന് വേണ്ടിയാണ്, അല്ലാതെ ദൈവത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ വായിച്ച് മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല. ഇതേ വിഷയത്തെ ദൈവിക വിഷയങ്ങളിലും നമുക്കിന്ന് പലപ്പോഴും കാണുവാൻ കഴിയും. ഇങ്ങനെ തങ്ങൾക്ക് ലഭിക്കുന്നതായ ലാഭത്തെ മാത്രം നോക്കി ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, അതുപോലെ ദൈവമക്കളുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം കർത്താവ് വരുന്നതായ സമയത്ത് അവൻ പ്രതിഫലം നൽകാനിടയാകും. കർത്താവിൻ്റെ പ്രതിഫലം എന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ നീ ചെയ്തതായ ഒരു നല്ല കാര്യത്തിന് പകരമായി ആരെങ്കിലും നിന്നെ നിന്ദിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത്? കരയുമോ? ഇറങ്ങിപ്പോകുമോ? എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷേ നിന്നോട് ആരെങ്കിലും അനീതി ചെയ്താൽ നീ എന്തു ചെയ്യും? ആരെങ്കിലും നിന്നെ ചതിച്ചാൽ എന്തു ചെയ്യും? പക വീട്ടുമോ? വിദ്വേഷം വെച്ചു പുലർത്തുമോ? സാഹചര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ പാപം ചെയ്യാനിടയാകുമോ? തലകുലുക്കാൻ എളുപ്പമാണ്. എന്നാൽ എന്താണ്? അങ്ങനെയുള്ള സമയത്തും നീ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയായിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ഇവിടെ വന്നിട്ട് വിശ്രമിക്കുവാൻ കഴിയുന്നത്? നീ അങ്ങനെ ചെയ്തു. എന്നാൽ രാജാവ് ആയിരിക്കുന്നതുകൊണ്ട് അവൻ അറിയില്ലല്ലോ, ചോദിക്കുവാൻ കഴിയില്ലല്ലോ. നീ കിടന്നുറങ്ങി, നീ റെസ്റ്റ് എടുത്തു. യുദ്ധം നടക്കുന്നതായ സമയത്ത് നീ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനിടയായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ നോക്കിയിട്ട് രാജാവ് പോലും വന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത്? പാസ്റ്റർ ആരാധനയ്ക്ക് താമസിച്ചു വന്നു, പിന്നെ ഞാനിതിന് നേരത്തെ പോകണം. പാസ്റ്റർ വന്നില്ലല്ലോ, പാസ്റ്റർ വരുമ്പം പോകാം ആട്ടെ. എന്തിനാണ് ചർച്ചിലേക്ക് നിങ്ങൾ പോകുന്നത്? ദൈവദാസനെ ഉദ്ദേശിച്ചാണോ? എല്ലാവരും വന്നില്ലല്ലോ, എല്ലാവരും താമസിച്ചാണല്ലോ വരുന്നത്, അപ്പോൾ നമുക്കും പോയാൽ പോരെ? എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്, അതോ ദൈവത്തിനെ ഉദ്ദേശിച്ചാണോ? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ നീ കടന്നു വരുന്നത്? ഇതെൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്, ഇതെൻ്റെ ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇരിക്കേണ്ടത് അവിടെയാണ്, ഇവിടെയല്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ ഞാൻ അവിടെ തന്നെ ആയിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആലയത്തിലുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ആലയത്തിൽ പോയിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി ആലയത്തിലുണ്ട്, അവിടെ ആരാധന നടക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ വൃഥാ സമയം കളയേണ്ട സന്ദർഭമല്ല.
നീ യാത്രയിൽ നിന്ന് വന്നവനാണല്ലോ, പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ, യജമാനനെ, ദൈവത്തിന്റെ പെട്ടകം ഇസ്രായേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു. രാജാവേ, രാജാവേ, പെട്ടകവും ഇസ്രായേൽ മക്കളും എല്ലാം കൂടാരത്തിൽ തന്നെ ആയിരിക്കുകയാണ്. നോക്കുക, അവരെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ തിരികെ വരുവാനിടയായിരിക്കുന്നത്. അവിടെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, വലിയ പോരാട്ടം നടക്കുകയാണ്. ദൈവത്തിന്റെ വേലയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ക്രിസ്തീയ വേലയെന്ന് പറഞ്ഞാൽ അതൊരു പോരാട്ടമാണ്. ക്രിസ്തീയ സേവയെന്ന് പറഞ്ഞാൽ പോരാട്ടമാണ്. ചിലർ വിചാരിക്കുന്നു അത് ലാഭമാണെന്ന്, ചിലർ വിചാരിക്കുന്നു അത് പണം സമ്പാദിക്കാനുള്ള മാർഗമാണെന്ന്, ആഡംബരങ്ങളും ഉല്ലാസവുമാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. ദുഷ്ടാത്മസേനയോടുള്ളതായ വലിയ പോരാട്ടമാണത്. പിശാചിന്റെ കരത്തിൽ നിന്ന് ജനത്തെ പിടിച്ചെടുക്കുന്ന പ്രവൃത്തിയാണത്. പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്നതായ ആളുകളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. പോരാട്ടം നടക്കുന്ന സമയം, യുദ്ധം നടക്കുന്ന സമയമാണിത്. പിശാച് ഗർജിക്കുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നീ ഇപ്പോഴും ഉറക്കമുണർന്നിട്ടില്ലേ? കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ലേ? നീ സുഖലോലുപതയിൽ കിടക്കുകയാണോ? ഇതാകുന്നു രക്ഷാ ദിവസം. ജനത്തെ രക്ഷയിലേക്ക് നടത്താനുള്ള മനസ്സിപ്പോഴുള്ളവർക്കില്ല. രാജാവ് സൈനികനോട് പറയേണ്ടതായ ഒരു പാഠം സൈനികൻ രാജാവിനോട് തിരികെ പറയുകയാണ്. അയ്യോ രാജാവേ, അങ്ങെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? സൈനികർ എല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിലിരിക്കുന്നു. യഹൂദന്മാരെല്ലാവരും അവിടെയുണ്ട്. എൻ്റെ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെന്നിട്ട് അടുത്ത വചനം എന്താണെന്ന് ഒന്നുകൂടെ വായിക്കുക. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എൻ്റെ ഭാര്യയോട് കൂടെ ശയിപ്പാനും എൻ്റെ വീട്ടിൽ കടക്കുമോ? എന്താണ് പറയുന്നത്? ഞാൻ ഇപ്പോഴാണോ തിന്നും കുടിച്ചും ഭാര്യയോടൊപ്പം സന്തോഷിക്കേണ്ടതായ സമയം ഇപ്പോഴാകുന്നുവോ? ഈ ബോധം യഥാർത്ഥത്തിൽ ദാവീദ് രാജാവിന് ഉണ്ടാകേണ്ടതായിരുന്നു. തൻ്റെ ഭാര്യയോടൊപ്പമല്ല, അന്യന്റെ ഭാര്യയോടൊപ്പം പാപം ചെയ്യാനിടയായി. എന്നാൽ ഊരിയാവിൻ്റെ ആ ഉന്നതമായ സ്വഭാവം നോക്കുക. ഇവൻ ആരാണെന്നോ നമുക്കറിയില്ല. ഇവൻ ഹിത്യനാണെന്നല്ലാതെ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല. അവൻ്റെ സ്വഭാവം എന്താണെന്നോ അവൻ്റെ രീതി എന്താണെന്നോ അവനെക്കുറിച്ച് കൂടുതൽ ചരിത്രമൊന്നും അവിടെ കാണുവാനായിട്ട് കഴിയില്ല. സൈന്യത്തിലെ റാങ്ക് എന്താണെന്ന് പോലും എഴുതിയിട്ടില്ല. അവനൊരു സാധാരണ സൈനികൻ മാത്രമാണ്. നോക്കണം, എന്നാൽ എത്ര വലിയ മനസ്സാണ് അവൻ്റേത്, എത്ര ശ്രേഷ്ഠമായ സ്വഭാവം. നിന്റെ ജീവിതം നോക്കുമ്പോൾ നീ വലിയ പേരോ പ്രശസ്തിയോ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അല്ലാതിരിക്കാം, ഒരു സാധാരണ വിശ്വാസിയായിട്ട് മൂലയ്ക്ക് വന്നിരുന്ന് എഴുന്നേറ്റ് പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ സത്യസന്ധത ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള വിശ്വസ്തത നിനക്കുണ്ടെങ്കിൽ, കർത്താവ് അഗ്നി ജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് കിട്ടാത്ത കിരീടം നിനക്ക് ലഭിക്കാനിടയാകും. കർത്താവ് പുകഴ്ത്തുന്ന വ്യക്തി ഭാഗ്യവാനാണ്. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നീ ദൈവത്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത്? സഭയിലെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? കൂടെയുള്ളവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ വിശ്രമിക്കേണ്ടുന്ന സമയമാണോ ഇത്? ഞാൻ തിന്നും കുടിച്ചും ഭാര്യയോടൊപ്പം സന്തോഷിക്കേണ്ടുന്ന സമയമാണോ ഇത്? എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തെ പണിയേണ്ടതായ സമയമാണിത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിച്ചെടുക്കേണ്ടതായ സമയമാണ്. ഞായറാഴ്ച പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ സമയമെല്ലാം പിശാച് തട്ടിയെടുക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് വായ് തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടത സഹിച്ച യേശുവേ, കഷ്ടത സഹിക്കുന്നത് എങ്ങനെയാണെന്ന് കഷ്ടത അനുഭവിച്ച് കാണിച്ചവനെ, താഴ്മയോടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് താഴ്മയോടെ ജീവിച്ച് തന്നെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിശുദ്ധിയോടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഏതെല്ലാം പരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെ ജയിക്കണമെന്ന് മനസ്സിലാക്കുവാൻ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് നീ ജയിക്കുവാനും ഇടയായി. നിന്റെ കാൽപാദങ്ങളെ പിന്തുടരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തോടൊപ്പം ഞങ്ങളും നശിച്ചു പോകാതെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനും, ആവശ്യമെങ്കിൽ കർത്താവിനു വേണ്ടി രക്തസാക്ഷിയാകാനും ഒരുങ്ങുവാനുള്ളതായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ.
ഈ ലോകത്തിൽ ഞങ്ങൾ എന്തെല്ലാം നേടിയാലും അതൊന്നും ഞങ്ങളുടെ കൂടെ വരില്ല എന്നും നീ ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന പ്രതിഫലം എന്താണോ അത് മാത്രമായിരിക്കും നിത്യമാകുന്നതെന്നും നീ നൽകുന്ന പ്രതിഫലമാണ് നിത്യമായിരിക്കുന്നതെന്നും മനസ്സിലാക്കി നിന്റെ പ്രസാദത്തിനു വേണ്ടി കാത്തിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണർവിനെ നൽകണമെന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ